കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും പുകയുയർന്നു. അത്യാഹിത വിഭാഗത്തിലാണ് പുക ഉയർന്നത്. ആളുകളെ ഒഴിപ്പിക്കുകയാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവത്തിന് ശേഷം പരിശോധനയൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. ഇലക്ട്രിക്കൽ സെക്രട്ടറിയുടെ ഒക്കെ തന്നെയും പോലീസിന്റെ ഒക്കെ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും പുക ഉയർന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ പരിശോധനയ്ക്കിടയിലാണോ ഇത്തരത്തിൽ പുക ഉയർന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അവിടെ നിന്ന് ആളുകളെ ഒക്കെ തന്നെയും ഒഴിപ്പിക്കുന്നുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അത്യാഹിത വിഭാഗത്തിലാണ് പുക ഉയർന്നത് എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കൂടാതെ തന്നെ എന്താണ് ഇത്തരത്തിൽ വീണ്ടും പുക ഉയർന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. അത്യാഹിത വിഭാഗത്തിലെ ആളുകളെയൊക്കെ തന്നെയും ഒഴിപ്പിക്കുന്നു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നീലിമ, ദിസ്ന, വളരെ ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ് വീണ്ടും വീണ്ടും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഇതുപോലെ വലിയ രീതിയിൽ അവിടെ പുക ഉയരുകയും അവിടെ ബാറ്ററികളൊക്കെ കത്തി നശിച്ച നിലയിൽ നമ്മൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതിൽ കൃത്യമായ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് വീണ്ടും അത്യാഹിത വിഭാഗത്തിൽ തന്നെ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഈ ആളുകളെ ഒഴിപ്പിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം നിലവിൽ? നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സമാനമായ രീതിയിൽ വലിയ രീതിയിൽ മെഡിക്കൽ കോളേജിൽ പുക അപകടം ഉണ്ടായത്. അത് സംബന്ധിച്ച് 5 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രാഥമിക റിപ്പോർട്ടിൽ 3 പേരുടെ മരണം രോഗകാരണങ്ങൾ കൊണ്ടാണ് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും രീതിയിലുള്ള ആരോപണവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പുക ഉയർന്നപ്പോൾ വെന്റിലേറ്റർ സൗകര്യം നഷ്ടമാവുകയും 1 മണിക്കൂറോളം ചികിത്സ നിഷേധിക്കപ്പെട്ട സംഭവമൊക്കെ തന്നെയും നമുക്കറിയാം. അതേപോലെ തന്നെ സമാനമായ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക ഉയർന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഒക്കെ തന്നെയും പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരേണ്ടതുണ്ട്. നിലിവ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെയും വിവിധ സേനകളുടെയും നേതൃത്വത്തിലൊക്കെ തന്നെയും അവിടെ കർശനമായ രീതിയിൽ പരിശോധന നടക്കുന്ന സമയമായിരുന്നു. ഈ നടക്കുന്ന സമയത്താണ് അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും ഇത്തരത്തിൽ പുക ഉയർന്നത്. ഇത് കണ്ട ആളുകൾ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുവാനുള്ള സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് അധികൃതർ പറയുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ പുക വീണ്ടും ഉയർന്നത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് വീണ്ടും ഈ പുക ഉയർന്നതിനുള്ള കാരണം എന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നീലിമ, അതായത് അത്യാഹിത വിഭാഗത്തിലെ 6ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത് എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെയും പൊട്ടിത്തെറി ഉണ്ടായത് ഈ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് തന്നെയാണ്. അവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയൊക്കെ പരിശോധന നടന്നു വരികയാണ്. ഇതിനിടയിലാണ് വീണ്ടും പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എത്രത്തോളം ആശങ്കാജനകമാണ് അവിടുത്തെ സ്ഥിതിഗതികൾ? തീർച്ചയായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ജനതകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇത്തരത്തിൽ അടുത്തടി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് സാങ്കേതികമായി യാതൊരു തരത്തിലുള്ള തകരാറുകളും ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. എന്നാൽ നമുക്ക് ലഭ്യമായ പ്രാഥമിക റിപ്പോർട്ടിലടക്കം CPU യൂണിറ്റിൽ തീപിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് ആണ് എന്നൊരു വിവരം തന്നെയാണ് ഈ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്ന വിവരം. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണോ വീണ്ടും വീണ്ടും അടിക്കടി ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നത്? ഈ കെട്ടിടത്തിന്റെ നിർമ്മിതിയിലടക്കം, അതായത് 1 വർഷത്തിലധികം മാത്രമേ ആയുള്ളൂ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിട്ട് ഈ കെട്ടിടത്തിന്റെ നിർമ്മിതിയിലടക്കം കൃത്രിമം ഉണ്ടായിരുന്നു എന്നൊരു ആരോപണവുമായി പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെയും രംഗത്ത് വന്നത് ശ്രദ്ധേയമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടിക്കടി ഈ അപകടം ഉണ്ടാകുന്നത് എന്നത് ആളുകൾക്കിടയിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല അതിനുള്ള കാരണവും കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ പരിശോധന നടക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക ഉയർന്നതായി സ്ഥിരീകരണം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് പിന്നിലുള്ള കാരണം എന്നത് വിശദമായി ഇതിന്റെ കാരണങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നീലിമ,
ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ 6ാം നിലയിലാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ ആശങ്കയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തിസ്ന കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. വരും ബുള്ളറ്റിനിൽ നമുക്ക് ഇക്കാര്യം വിശദമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയും.